ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ പാകിസ്ഥാനെ പഞ്ഞിക്കിട്ട് ഇന്ത്യക്കെതിരെ മനുഷ്യത്വരഹിതമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും തീവ്രവാദി കുഞ്ഞുങ്ങളെ ചെലവും കൊടുത്തു തീറ്റി വളർത്തി ലോകത്തിനു മുഴുവൻ ഭീഷണിയായി തുറന്നുവിടുകയും ചെയ്യുന്ന പാകിസ്ഥാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ചില വൻ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി കയ്യും കെട്ടി ഓച്ചാനിച്ച് നിന്നുകൊണ്ട് മര്യാദയുടെ ആൾരൂപമായി കാണിക്കുകയും അടുത്ത നിമിഷം ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ ആക്രമണം ആസൂത്രണം ചെയ്യുകയും ചെയ്തു വരികയാണ്. മറ്റു രാജ്യങ്ങളൊന്നും ചെയ്യാത്തതുപോലെ യാതൊരു പ്രകോപനവും ഉണ്ടാകാതെ ഇന്ത്യക്കെതിരെ പലകുറി ആക്രമണം നടത്തിയ ചരിത്രമുള്ള പാകിസ്ഥാൻ തീവ്രവാദികളുടെ കാര്യം പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് അതിൽ യാതൊരു മനസ്സറിവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്നതാണ് അടുത്ത നാളുകളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ പാകിസ്ഥാനെ കിട്ടിയ അവസരത്തിൽ ആട്ടിൻതോൽ വലിച്ചു കീറിയിരിക്കുകയാണ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലാണ് പാകിസ്ഥാനെതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെയും ആഞ്ഞടിച്ച് ഇന്ത്യ രംഗത്ത് വന്നത്. ജനീവയിൽ നടന്ന കൗൺസിലിന്റെ 60ാം സെഷനിലെ 5ാമത്തെ യോഗത്തിൽ സംസാരിക്കവേ ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞനായ ക്ഷിത് ത്യാഗി ഇരു രാജ്യങ്ങൾക്കുമെതിരെ കടുത്ത പ്രസ്താവനകൾ നടത്തിയത്. പാകിസ്ഥാന് ഇന്ത്യ രോഗാതുരമായ ഒരു ഒഴിയാബാധയാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കാൻ അവർ അന്താരാഷ്ട്ര വേദികൾ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ പ്രസ്താവനകളെ ആവർത്തന വിരസമായ പ്രചാരവേലയെന്ന് തള്ളിക്കളഞ്ഞ ഇന്ത്യ അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും ആരോപിച്ചു. പഹൽഗാം ആക്രമണത്തിനു പിന്നാലെ ഇന്ത്യ നടത്തിയ കൃത്യവും വ്യക്തവുമായ പ്രതികരണത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായതാണ് എന്നും ഒരു ഭീകരവാദ പ്രോത്സാഹനങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പാഠങ്ങൾ ആവശ്യമില്ല എന്നും പറഞ്ഞ ത്യാഗി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് പ്രഭാഷണങ്ങളും വേണ്ട, സ്വന്തം വിശ്വാസ്യതയെ ഇല്ലാതാക്കിയ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു ഉപദേശവും ആവശ്യമില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യ ആ രാജ്യത്തെ പൗരന്മാരെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ സംരക്ഷിക്കുന്നതും വിട്ടുവീഴ്ചയില്ലാതെ അതിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതും തുടരുമെന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ത്യാഗി ഭീകരതയുടെയും ദുരന്തങ്ങളുടെയും കച്ചവടത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു പരാജയപ്പെട്ട രാജ്യത്തിന്റെ വഞ്ചനകളെ വിശദമായി തുറന്നുകാട്ടുകയും ചെയ്യുമെന്നും തുറന്നടിച്ചു. തങ്ങളുടെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് സ്വിറ്റ്സർലാൻഡ് നടത്തിയ പരാമർശങ്ങളെ അപ്രതീക്ഷിതവും ഉപരിപ്ലവവും വിവരദോഷവും എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. വംശീയത, വ്യവസ്ഥാപിതമായ വിവേചനം, വിദേശികളോടുള്ള വെറുപ്പ് തുടങ്ങിയ സ്വന്തം രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു. മനുഷ്യാവകാശ കൗൺസിലിന്റെ 60ാം സെഷനിൽ ഹൈക്കമ്മീഷനുടെ വാക്കാലുള്ള റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിലായിരുന്നു ജനീവയിലെ ഇന്ത്യൻ സ്ഥിരം മിഷനിലെ കൗൺസിലറായ ക്ഷിത് ത്യാഗിയുടെ രൂക്ഷ പ്രതികരണം. ഞങ്ങളുടെ അടുത്ത സുഹൃത്തും പങ്കാളിയുമായ സ്വിറ്റ്സർലൻഡ് നടത്തിയ അപ്രതീക്ഷിതവും ഉപരിപ്ലവവും വിവരദോഷവുമായ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യൻ സർക്കാരിനോട് തങ്ങളുടെ രാജ്യം ആവശ്യപ്പെടുന്നുവെന്ന് കഴിഞ്ഞ ദിവസം കൗൺസിലിൽ നടത്തിയ പ്രസംഗത്തിൽ സ്വിസ് പ്രതിനിധി പറഞ്ഞിരുന്നു. UN മനുഷ്യാവകാശ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സ്വിറ്റ്സർലൻഡ് ആയതിനാൽ പച്ചക്കള്ളവും ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്താത്തതുമായ ആഖ്യാനങ്ങൾ ഉപയോഗിച്ച് കൗൺസിലിന്റെ സമയം പാഴാക്കുന്നത് സ്വിറ്റ്സർലൻഡ് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നും ത്യാഗി അഭിപ്രായപ്പെട്ടു. അതിനു പകരം വംശീയത, വ്യവസ്ഥാപിതമായ വിവേചനം, വിദേശികളോടുള്ള വെറുപ്പ് തുടങ്ങിയ സ്വന്തം വെല്ലുവിളികളിൽ സ്വിറ്റ്സർലൻഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ബഹുസ്വരതയെ നാഗരികതയുടെ ഭാഗമായി സ്വീകരിച്ച ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവും ഊർജ്ജസ്വലവുമായ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഈ ആശങ്കകളെ അഭിസംബോധന ചെയ്യാൻ സ്വിറ്റ്സർലൻഡിനെ സഹായിക്കാൻ ഇന്ത്യ തയ്യാറാണോ എന്നും ത്യാഗി കൂട്ടിച്ചേർത്തു. ഏത് സമ്മേളനത്തിലും ഏത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലും സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ആരെയും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ഒതുങ്ങി രാജ്യത്തിന് മുന്നിൽ മുട്ടടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ലാത്ത തരത്തിൽ ഇന്ത്യയുടെ വേരുകൾ ശക്തിയുള്ളതും ശാഖകൾ പടർന്നു പന്തലിച്ചു പച്ചപ്പെട്ടതുമായി കഴിഞ്ഞു. ഇതുതന്നെയാണ് ഓരോ ഇന്ത്യക്കാരും അഭിമാനിക്കാവുന്ന കാര്യവും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച